വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇപ്പം നമ്മൾ 3 കിങ്ഡം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ഫംഗി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേയിൽ ഏത് ടൈപ്പ് ഓർഗാനിസമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യൂക്കാരിയോട്ടിക്, മൾട്ടിസെല്ലുലാർ ആൻഡ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് അല്ലേ? അപ്പോൾ യൂക്കാരിയോട്ടിക് ആണ്, മൾട്ടിസെല്ലുലാർ ആണ് ആൻഡ് ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആകണമെങ്കിൽ അതിന് ക്ലോറോഫിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലോറോഫിൽ അതിനകത്ത് പ്രസന്റ് ആണ്. പ്ലാന്റ് കിങ്ഡം ഓട്ടോട്രോഫിക് ആണെങ്കിലും അതിനകത്ത് ചില മെമ്പേഴ്സ് പാരസൈറ്റിക് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ പാർഷ്യൽ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ചില മെമ്പേഴ്സ് അതിനകത്തുണ്ട്. പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത് അത് ഓട്ടോട്രോഫിക് ആണ്, പക്ഷെ അതേ സമയത്ത് അത് ഹെറ്ററോട്രോഫ് പോലെ മറ്റ് ജീവികളെ പിടിച്ച് തിന്നുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. ദേ ആർ നോൺ ഈസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കാർണിവോറസ് പ്ലാന്റ്സ്. They derive food by consuming small animals. ചെറിയ ചെറിയ സ്മോൾ ഓർഗാനിസത്തെ ഭക്ഷണമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. എക്സാമ്പിൾസ് വീനസ് ഫ്ലൈട്രാപ്പ്, നെപ്പന്തസ്, യൂട്രിക്കുലേറിയ, ഡ്രൊസീറ. ഇതെല്ലാം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. വീനസ് ഫ്ലൈട്രാപ്പ് ഇതിന്റെ ലീഫിന്റെ ഈ നടുഭാഗത്തുനിന്ന് ഈ രണ്ട് ഭാഗത്തും കുറെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ജീവി, ഇവിടെ ഒരു പ്രാണി എന്തെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ലീഫ് ഇങ്ങനെ ക്ലോസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിനാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ചെടി. അങ്ങനെയാണ് അത് ട്രാപ്പ് ചെയ്യുന്നത്. ഉള്ളിലായി കഴിയുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് ഡൈജസ്റ്റ് ആയി കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്തെടുക്കുന്നു. നെപ്പന്തസ് എന്ന് പറയുന്ന പ്ലാന്റിൽ ഇതുപോലെ ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാകും. അപ്പൊ അതിനാണ് നമ്മൾ പിക്ചർ എന്ന് പറയുന്നത്. ഇതിനെ പിക്ചർ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഫ്ലാസ്കിന്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിനിവിടെ ഒരു മൂടി പോലെ ഇങ്ങനെ പൊന്തി നിൽക്കും. ഇത് ചിലപ്പോൾ കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻസെക്റ്റ് ഒക്കെ ഇത് കാണുമ്പോൾ കളറൊക്കെ ഉള്ളത് കൊണ്ട് അട്രാക്ഷൻ വന്നിട്ട് ഇത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് വീഴുന്നു. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് വീണു കഴിഞ്ഞാൽ ഇതപ്പം തന്നെ അങ്ങ് അടയും. പിന്നെ ഇതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈം ഒക്കെ വന്ന് അത് ഡൈജസ്റ്റേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇത് പാർഷ്യൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ക്ലോറോഫിലൊക്കെ ഉണ്ട്, അത് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഇൻസെക്റ്റിനെയൊക്കെ പിടിക്കാൻ കാരണം അത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചില ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. നൈട്രജൻ പോലുള്ള ന്യൂട്രിയൻസ് അതിന് കിട്ടാതെ വരുമ്പോൾ ആ സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. അപ്പോൾ അതിന് നൈട്രജനൊക്കെ വേണമെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാണികളെ അത് പിടിച്ചെടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. ബാക്കി ഫോറിൻ രാജ്യങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഡിസ്കവറി ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ എലികളെ വരെ വിഴുങ്ങുന്ന തരത്തിലുള്ള നെപ്പന്തസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് അതിന്റെ ഡൈജഷൻ ഒക്കെ കഴിയുമ്പോഴേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. അതുപോലെ യൂട്രിക്കുലേറിയ എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. അത് വെള്ളത്തിൽ അധികം വലുതൊന്നുമല്ല, നമുക്ക് കാണാം. അതിനെ ബ്ലാഡർ വെർട്ട് എന്ന് പറയും. അതായത് അതിന് ഒരു ബ്ലാഡർ പോലെ അതിന്റെ ലീഫ് മോഡിഫൈ ചെയ്ത് ഇതുപോലെ ബ്ലാഡർ പോലെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ വെള്ളത്തിലല്ലേ കാണുന്നത്, അതിനും ഇതുപോലെ ഒരു ഡോറ് പോലെ ഇങ്ങനെ അകത്തോട്ട് ഒരു ഡോറ് പോലെ ഒരു സംഗതി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ വെള്ളം ഇതിനകത്തോട്ട് കയറുമ്പോൾ ഈ ദ്വാരത്തിലൂടെ വെള്ളം ഇതിനകത്തോട്ട് വരുമ്പോൾ ഈ അതിന്റെ കൂടെ ഏതെങ്കിലും ഇൻസെക്റ്റും അകത്തോട്ട് വരുന്നു. അപ്പോൾ ഇൻസെക്റ്റ് വന്നു കഴിയുമ്പോൾ ഇതങ്ങ് അടയും. ഇതിങ്ങനെ അകത്തോട്ടാണ് അടയുന്നത്. മനസ്സിലായോ? ഇത് അകത്തോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നെ എന്ത് ചെയ്താൽ ഇത് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇത് രണ്ടാമത് തുറന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഇതിനകത്തിരുന്ന് ഡൈജഷനൊക്കെ കഴിഞ്ഞ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴേ ഇത് വീണ്ടും ഓപ്പൺ ആവുകയുള്ളൂ. ഡ്രൊസീറ എന്ന് പറയുന്നതും വീനസ് ഫ്ലൈട്രാപ്പും ഒക്കെ ഏകദേശം ഒരേ പോലെ ഇരിക്കുന്ന ഒരെണ്ണമാണ്. ഇനി വേറെ കുറച്ച് പാരസൈറ്റിക് ആയിട്ടുള്ളതും ഉണ്ട്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓൺ അതർ ലിവിങ് ഓർഗാനിസംസ്. ജീവനുള്ള ഒരു പ്ലാന്റിൽ വസിക്കുന്ന വേറൊരു
പ്ലാന്റ്. അതാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ പാരസൈറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറെ മെമ്പേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ കസ്ക്യൂട്ട ലൊറാന്തസ്. അതിൽ കസ്ക്യൂട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാരസൈറ്റ് ആണ്. അത് വേറൊരു പ്ലാന്റിലായിരിക്കും വളരുന്നത്. ആ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. ലൊറാന്തസ് എന്ന് പറയുന്നത് പിത്തിൽക്കണ്ണി എന്ന് പറയുന്ന മാവിലൊക്കെ വളരുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അതാണ് ലൊറാന്തസ് എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് ഈ പ്ലാന്റിന്റെ മുകളിലല്ലേ ഇരിക്കുന്നത്. അതിന് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന വാട്ടറും ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടേ? അതെവിടെ നിന്ന് കിട്ടും? അത് ഈ പ്ലാന്റിൽ നിന്ന് മോഷ്ടിക്കുന്നു. ഇത് പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയും. ഇത് കംപ്ലീറ്റ് പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറെ ഇൻസെക്ടിവോറസും പാരസൈറ്റിക്കും ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സും പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്കറിയാം പ്ലാന്റ് സെല്ലിന് സെൽ വോൾ പ്രസന്റ് ആണ്, അതുപോലെ ക്ലോറോഫിൽ പ്രസന്റ് ആണ്. സെല്ലോസ് കൊണ്ട് നിർമ്മിച്ച ഒരു സെൽ വോള് പ്ലാന്റ് കിങ്ഡത്തിന് ഉണ്ട്. ഇനി ഇതില് ക്ലോറോഫിൽ ഉണ്ട്, അതുപോലെ സെല്ലിനകത്ത് ഒരു ലാർജ് വാക്യൂൾ പ്രസന്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡം ആണ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡം നമ്മളിനി അവിടെ നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡം. കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ ഇൻക്ലൂഡ്സ് യൂക്കാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ ഹോളോസോയിക് ഓർഗാനിസംസ്. യുക്കാരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, അതേ സമയത്ത് ഹോളോസോയിക് ഓർഗാനിസംസ്. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഹെറ്ററോട്രോഫിക് ബട്ട് ദേ ഇൻജസ്റ്റ് ഫുഡ്, ഇഞ്ചക്ഷൻ ടൈപ്പ് ഓഫ് ഫുഡ്. കിങ്ഡം അനിമേലിയയില് സെൽ വോൾ ആബ്സെന്റ് ആണ്, ക്ലോറോഫിൽ ആബ്സെന്റ് ആണ്. അതിന് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ക്ലോറോഫിലിന്റെ ആവശ്യമില്ല. അപ്പോൾ ക്ലോറോഫിൽ ആബ്സെന്റ്. അപ്പോൾ സെൽ വോൾ ആബ്സെന്റ്, ക്ലോറോഫിൽ ആബ്സെന്റ്, അതുപോലെ വാക്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചറും ഇതിനകത്ത് ആബ്സെന്റ് ആണ്. ഇനി ആനിമൽ കിങ്ഡത്തെ കുറിച്ചും ഡീറ്റെയിൽ പറയുന്നില്ല, കാരണം സുവോളജിയിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതവിടെ പഠിക്കും. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ? അപ്പോൾ വിറ്റാക്കറുടെ ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വിറ്റാക്കർ ഡിഡ് നോട്ട് മെൻഷൻ അബൌട്ട് വൈറസസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൻസ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വൈറസിനെ കുറിച്ച് പഠിക്കാം. വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ്. വൈറസസ് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? വൈറസസ് എന്ന് പറയുന്നത് നോൺ സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെല്ല് എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ സെല്ലിന് ഒരു സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോഴാണ് നമ്മൾ അതിനെ സെൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വൈറസ് എന്ന് പറയുന്നത് നോൺ സെല്ലുലാർ ഓർഗാനിസം. അതിന് ഒരു സെൽ സ്ട്രക്ചർ അതിനില്ല. ദേ ഹാവ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതായത് അത് നോൺ ലിവിങ്ങിനെ പോലെ അതിനെ നമുക്ക് ക്രിസ്റ്റൽ രൂപത്തിൽ ബോട്ടിലായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ദേ ഹാവ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൺസ് ദേ എൻ്റർ ഇൻ ടു എ ലിവിങ് സെൽ, ദേ ടേക്ക് അപ്പ് ദി കൺട്രോൾ ഓഫ് ദാറ്റ് സെൽ ആൻഡ് റെപ്ലിക്കേറ്റ് ദംസെൽസ് ആൻഡ് ഫൈനലി കില്ലിംഗ് ദ ഹോസ്റ്റ് സെൽ. പുറത്ത് നിൽക്കുമ്പോൾ അതിന് ജീവനില്ല, പക്ഷേ അത് ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിനകത്ത്, ഒരു ലിവിങ് ബോഡിക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ ദേ ടേക്ക് അപ്പ് ദ കൺട്രോൾ ഓഫ് ദി ലിവിങ് സെൽ. ആ സെല്ലിന്റെ കൺട്രോൾ ഇവരങ്ങ് ഏറ്റെടുക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് അത് അതിനകത്തിരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിനകത്തിരുന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരുപാട് എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവസാനം അത് ആ ഹോസ്റ്റ് സെല്ലിനെ തന്നെ നശിപ്പിക്കുന്നു. അപ്പോൾ വൈറസ് സെല്ലിന് പുറത്തിരിക്കുമ്പോൾ വൈറസിന് ഒരു നോൺ ലിവിങ് നേച്ചറാണ്. ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിനകത്ത് കയറുമ്പോഴാണ് വൈറസിന് ലിവിങ് നേച്ചർ വരുന്നത്. അപ്പോൾ വൈറസ് ലിവിങ് ക്യാരക്ടറും കാണിക്കുന്നുണ്ട്, നോൺ ലിവിങ് ക്യാരക്ടറും കാണിക്കുന്നു. അപ്പോൾ വൈറസിന്റെ ലിവിങ് ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒക്കർ ഇൻ ഡിഫറെന്റ് വെറൈറ്റീസ്. പല വെറൈറ്റീസ് അതിന്റെ കാണാറുണ്ട്, പല വെറൈറ്റീസ്. അപ്പോൾ പല തരത്തിലുള്ള പല സ്ട്രെയിനിലുള്ള വൈറസുകളുണ്ട്. അത് ജീവനുള്ളതിന്റെ ഒരു ലക്ഷണമാണ് അല്ലെ? വിവിധ തരത്തിൽ അത് കാണുന്നു. അപ്പോൾ ദേ ഒക്കർ ഇൻ ഡിഫറെന്റ് വെറൈറ്റീസ്. അതിന് ദേ ഹാവ് ദെയർ ഓൺ ജെനറ്റിക് മെറ്റീരിയൽ. അതിന് സ്വന്തമായിട്ട് ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ജീവനുള്ള എല്ലാ ഓർഗാനിസത്തിനും ജെനറ്റിക് മെറ്റീരിയൽ ഉള്ളതുപോലെ തന്നെ ഇതിനും ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ദേ ക്യാൻ അണ്ടർഗോ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്.
ഇൻ ദി ജീനിലൊക്കെ വരുന്ന പെട്ടെന്ന് സംഭവിക്കുന്ന ചേഞ്ചിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിന് പെട്ടെന്ന് ചേഞ്ച് വരുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ക്യാൻ അണ്ടർഗോ മ്യൂട്ടേഷൻ. ഇപ്പോൾ നമുക്ക് കോവിഡ് കാലമാണ്, ഇപ്പോൾ കൊറോണ വൈറസ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലേ, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വന്ന് ആ ലക്ഷണങ്ങളല്ല അടുത്താൾക്ക് വരുമ്പോൾ വേറെ ലക്ഷണങ്ങൾ കാണിക്കുന്നു, കാരണം ആ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പേപ്പറിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. സാധാരണ ലിവിങ് സെല്ലിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വൈറസിന്റെ ഒരു ലിവിങ് ക്യാരക്ടറാണ് ആ പറഞ്ഞത്. ഇനി റീപ്രൊഡ്യൂസ് ബൈ യൂസിങ് ദി മെഷീനറി ഓഫ് ദി ഹോസ്റ്റ് സെൽ. അത് ഹോസ്റ്റ് സെല്ലിന്റെ മെറ്റബോളിക് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട്, ഹോസ്റ്റ് സെല്ലിന്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് അത് അതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിനകത്തിരുന്ന് പെരുകുന്നു. അപ്പൊ അതും അതിന്റെ ഒരു ലിവിങ് നേച്ചറാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം അതിന്റെ ലിവിങ് ക്യാരക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ ലിവിങ് ക്യാരക്ടേഴ്സ്? They occur in different forms. They have their own genetic material. They can undergo mutation. അതിന് മ്യൂട്ടേഷൻ നടത്താൻ കഴിയും. They reproduce using the metabolic machinery of the host cell. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ലിവിങ് നേച്ചറാണ് കാണിക്കുന്നത്. ഇനി വൈറസിന്റെ നോൺ ലിവിങ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. They lack a cellular structure. അതിന് ഒരു സെല്ലില്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ് അല്ലേ, അതിന് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ അതിനില്ല. സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ഒക്കെ വേണം. അപ്പോൾ they lack a cellular structure. They do not have a metabolic activity of their own. അതിന് സ്വന്തമായിട്ടൊരു ആക്ടിവിറ്റി ഇല്ല. അത് ഏതെങ്കിലും ലിവിങ് സെല്ലിലേക്ക് കയറി കഴിയുമ്പോഴാണ് ആക്ടിവിറ്റി ഒക്കെ ഉള്ളൂ. അത് വെറുതെ ഇരിക്കുമ്പോൾ അതിന് ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയും ഇല്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് they can be crystallized. ക്രിസ്റ്റലിന്റെ രൂപത്തിൽ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ they can be crystallized and stored in bottles. ഇനി they do not respire. അത് ശ്വസിക്കുന്നില്ല. ജീവനുള്ളവയെല്ലാം ശ്വസിക്കുന്നു അല്ലേ? അപ്പൊ ജീവനില്ലാത്തതിന്റെ ഒരു ലക്ഷണമാണ് they do not respire. അപ്പോൾ these are the non-living characters of a virus. എന്തൊക്കെയാണ്? They lack a cell structure. They do not have the metabolic activity of their own. They can be crystallized. They do not respire. വൈറസിന്റെ non-living characters ആണിത്. Since viruses share properties of both living and non-living, they are said to be the biologist puzzles. ബയോളജിസ്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര്. അപ്പോൾ അതാണ് ബയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞന്മാരുടെ, ബയോളജിസ്റ്റുകളുടെ പസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴക്കുന്നതാണ് അല്ലേ? പസിൽ പദപ്രശ്നം, നമ്മളെ കുഴക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ ബയോളജിസ്റ്റുകളെ കുഴക്കുന്നതാണ് ഈ വൈറസസ്. അപ്പോൾ ബയോളജിസ്റ്റ് പസിൽസ് എന്നാണ് വൈറസിനെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? Since they have both the properties, living and non-living properties. വൈറസിന്റെ നമുക്ക് ചരിത്രം ഒന്ന് നോക്കാം. The name virus means venom or poison that was given by Pasteur. പാസ്റ്റർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് വൈറസ് എന്നുള്ള പേര് വൈറസിന് കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ വൈറസിന് ആരാണ് പേര് കൊടുത്തത്? പാസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൈറസിന് പേര് കൊടുത്തത്. വൈറസിന്റെ വേർഡ് മീനിങ് എന്താണ്? വിഷം അല്ലെ? പോയിസൺ അല്ലെങ്കിൽ വെനം എന്നാണ് ആ വാക്കിന്റെ മീനിങ്. വൈറസസ് were discovered by D.J. Ivanovsky. In 1892, D.J. Ivanovsky discovered viruses, recognized certain microbes causing diseases in tobacco. Tobacco എന്ന് പറയുന്നത് പുകയില അല്ലെ? ആ പുകയില എന്ന് പറയുന്ന ചെടികളിൽ ചില വൈറസുകൾ രോഗമുണ്ടാക്കുന്നതായിട്ടാണ് ആദ്യം. അപ്പൊ അതിന് വൈറസ് ആണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതോ മൈക്രോ ഓർഗനിസം പുകയില ചെടികളിൽ രോഗമുണ്ടാക്കുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടത് D.J. ഇവാനോസ്കി 1892 അങ്ങനെ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പൊ ആദ്യമായിട്ട്
അന്ന് വൈറസ് എന്ന് പേരിട്ടിട്ടില്ല, പക്ഷേ ഒരു മൈക്രോ ഓർഗാനിസം, അതാണ് പിന്നീട് വൈറസ് എന്ന് കണ്ടുപിടിച്ചെടുത്തത്. ഇൻ 1898 M.W. Beijernik demonstrated that the extract of the infected plants of tobacco could cause infection in healthy plants. അതായത് 1898 ബെയ്ജർനിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഈ ടൊബാക്കോയിൽ അസുഖം വരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ. മറ്റേ സയന്റിസ്റ്റ് ഇവാനോസ്കി ടൊബാക്കോയിൽ അസുഖം വരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൊബാക്കോയിൽ രോഗം വന്ന ടൊബാക്കോയുടെ എക്സ്ട്രാക്ട്, അതിന്റെ എക്സ്ട്രാക്ട് എടുത്തു. അതിന്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സത്ത്, അതിനെ ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുത്തു. അതിന്റെ സത്ത് എടുത്തിട്ട് അത് ഹെൽത്തി പ്ലാന്റിൽ ഇട്ടപ്പോൾ, നല്ല ആരോഗ്യമുള്ള ഒരു പ്ലാന്റിലേക്ക് അത് ഒഴിച്ചു കൊടുത്തപ്പോൾ ആ പ്ലാന്റും ഡിസീസ്ഡ് ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ അതും രോഗമുള്ളതായിട്ട് മാറി. അതാണ് ഈ ബെയ്ജർനിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1898 ചെയ്തത്. അതായത് രോഗമുള്ള പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതൊരു ഹെൽത്തി പ്ലാന്റിൽ ഇട്ടപ്പോൾ അതിനും രോഗമുള്ളതായിട്ട് കണ്ടു. ദിസ് എക്സ്ട്രാക്ട് ഈസ് നോൺ ഏസ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. അപ്പോൾ ആ എക്സ്ട്രാക്ടിന് പറയുന്ന പേരെന്താണ്? ദാറ്റ് എക്സ്ട്രാക്ട് ഈസ് നോൺ ഏസ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയും. ഇൻ 1935 W.M. Stanley showed that viruses could be crystallized. ഇപ്പോൾ വൈറസിനെ ക്രിസ്റ്റൽ ആക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചത് 1935 W.M. സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. Viruses could be crystallized and that crystals contain mostly proteins. കൂടുതലും അതിനകത്ത് പ്രോട്ടീൻ ആണ് എന്ന് കണ്ടുപിടിച്ചത് W.M. സ്റ്റാൻലി in 1935. ഇത്രയുമാണ് വൈറസിന്റെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വൈറസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. വൈറസിന്റെ സ്ട്രക്ചർ. വൈറസസ് ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. ബാക്ടീരിയേക്കാൾ ചെറുതാണ് വൈറസ് എന്ന് പറയുന്നത്. They have a simple structure. വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്. സെൻട്രൽ ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. നടുക്ക് ഇത്തിരി ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ നടുക്കിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? DNA ഓർ RNA. ന്യൂക്ലിക് ആസിഡ് RNA ഓർ DNA, രണ്ടിലേതെങ്കിലും ഒന്ന് ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഒരു ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ. ഇത്രയുമാണ് ഒരു വൈറസിന്റെ സ്ട്രക്ചർ. The protein coat is called capsid. പ്രോട്ടീൻ കോട്ടിനെ capsid എന്ന് പറയും. ആ capsid ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. They are known as capsomeres. അപ്പോൾ പ്രോട്ടീൻ കോട്ടിന് capsid എന്ന് പറയും. ആ capsid is made up of small sub units called capsomeres. ഇനി ഈ സെൻട്രൽ ന്യൂക്ലിക് ആസിഡ് മേ ബി ഐദർ RNA ഓർ DNA. ഒന്നുകിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും. DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇതിന് രണ്ടില് ഏതെങ്കിലും ഒന്നായിരിക്കും ഈ നടുക്ക് കാണുന്നത്. നോ വൈറസ് കണ്ടെയ്ൻ ബോത്ത് RNA ആൻഡ് DNA. രണ്ടും കൂടി ഒരുമിച്ച് ഒരു വൈറസ് ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. പ്ലാന്റ് വൈറസസ് എന്ന് പറഞ്ഞാൽ വൈറസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ ആർ കോൾഡ് പ്ലാന്റ് വൈറസസ്. പ്ലാന്റ് വൈറസിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. Plant virus have RNA as genetic material and animal virus have both RNA and DNA as genetic material. അപ്പോൾ ആനിമൽ വൈറസിൽ RNAയും DNAയും ജനറ്റിക് മെറ്റീരിയൽ ആകാറുണ്ട്. പക്ഷേ പ്ലാന്റ് വൈറസിൽ RNA മാത്രമാണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്. ഇനി ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ വൈറസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ ആർ നോൺ ഏസ് ബാക്ടീരിയോഫേജസ്. ഫേജ് എന്ന് പറഞ്ഞാൽ വൈറസിനെയാണ് ഫേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്ടീരിയോഫേജസ്, ബാക്ടീരിയ എന്ന് ആദ്യം വന്നതുകൊണ്ട് ഇതൊരു ബാക്ടീരിയ ആണെന്ന് കരുതരുത്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ വൈറസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ ആർ നോൺ ഏസ് ബാക്ടീരിയോഫേജസ്.
ഇനി ബാക്ടീരിയോഫേജസിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് വൈറസിൽ RNA ആണ്, ബാക്ടീരിയോഫേജസിൽ DNA ആണ്, ആനിമൽ വൈറസിൽ രണ്ടും കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ സ്ട്രക്ചർ ആണ്. അതായത് സെൻട്രൽ ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. അതായത് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയാം. വൈറസസ് ആർ ന്യൂക്ലിയോ പ്രോട്ടീൻസ്. നടുക്ക് ന്യൂക്ലിക് ആസിഡും ചുറ്റിനും പ്രോട്ടീനുമാണ് അതിനുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വൈറൽ ഡിസീസിനെ കുറിച്ച് പഠിക്കാം. വൈറസ് മൂലം ഉണ്ടാകുന്ന കുറച്ച് ഡിസീസസ്, ഹ്യൂമൻ ഡിസീസസ് ഏതൊക്കെയാണ്? മംസ്, മുണ്ടുനീര് എന്ന് പറയും അല്ലേ? ഇവിടെ നീര് വരുന്ന ഒരു രോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനാണ് മംസ് എന്ന് പറയുന്നത്. മംസ്, പിന്നെ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് എല്ലാവർക്കും അറിയാം അല്ലേ? നേരത്തെ സ്മോൾ പോക്സ് ഇപ്പം അവിടെ നമുക്കങ്ങനെ ഇല്ല. നേരത്തെയൊക്കെ ആയിരുന്നു സ്മോൾ പോക്സ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്മോൾ പോക്സ് ഇല്ല. ചിക്കൻ പോക്സ്, അതുപോലെ ഹെർപ്പിസ്, പിന്നെ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കോൾഡ്, ഫ്ലൂ എന്ന് നമ്മൾ പറയത്തില്ലേ, കോമൺ കോൾഡ്. ഇൻഫ്ലുവൻസ, എയ്ഡ്സ് എന്താണ്? അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പം ഇതെല്ലാം വൈറസ് മൂലമുണ്ടാകുന്ന കുറച്ച് രോഗങ്ങൾ, കോമൺ ആയിട്ടുള്ള രോഗങ്ങളാണ്. ഈ പറഞ്ഞ വൈറസ് പ്ലാന്റ്സിലും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൈറസസ് അറ്റാക്ക് സെവറൽ പ്ലാന്റ്സ് ഓൾസോ. കുറേ പ്ലാന്റിലും വൈറസ് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം സിംറ്റംസ്? ദ സിംറ്റംസ് ഓഫ് വൈറൽ ഡിസീസസ് ആർ മൊസൈക്ക് ഫോർമേഷൻ. മൊസൈക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, മൊസൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണ്? തറയിലൊക്കെ നമ്മൾ മൊസൈക്ക് ഇടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ കുറേ ചിപ്സ് ഇങ്ങനെ പല കളറിൽ അവിടെ ഇവിടെ ആയിട്ടിരിക്കുക അല്ലേ? അതാണ് മൊസൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊസൈക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലീഫിന് കുറേ സ്പോട്ട് വരിക, ലീഫിൽ അവിടെ ഇവിടെ ആയിട്ട് കളർ വ്യത്യാസം വരിക, അതാണ് മൊസൈക്ക് ഫോർമേഷൻ. ഇനി ലീഫ് റോളിംഗ് ഓർ കേളിംഗ്, ലീഫ് ചുരുണ്ടു വരിക. മനസ്സിലായോ? ലീഫ് ചുരുണ്ടു വരുന്നു, അതിനാണ് ലീഫ് കേളിംഗ് എന്ന് പറയുന്നത്. യെല്ലോയിങ് ഓർ വെയിൻ ക്ലിയറിംഗ്, ലീഫ് മഞ്ഞ കളറായി പോകുന്നു. ചിലപ്പോൾ വെയിൻ ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ വെയിൻ മാത്രം തെളിഞ്ഞിങ്ങനെ നിൽക്കും, ബാക്കിയുള്ള ഭാഗങ്ങൾ ദ്രവിച്ചു പോകുന്നു, അതാണ് ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഗ്രോത്ത് നിലച്ചു പോവുക. സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇല്ലാതെ വരിക. പിന്നെ ഡ്വാർഫിംഗ് എന്ന് പറഞ്ഞാൽ കുള്ളനായി പോവുക എന്ന് പറഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകുക. അപ്പൊ ഇതെല്ലാമാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഇത്രയുമാണ് നമുക്ക് വൈറസിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വൈറോയിഡ്. ഇൻ 1971 Theo Dainer discovered a new infectious agent that was smaller than virus. വൈറസിനേക്കാൾ ചെറിയ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ്, രോഗമുണ്ടാക്കുന്ന ഒരു രോഗാണുവിനെ കണ്ടെത്തി. അത് വൈറസിനേക്കാൾ ചെറുതായിരുന്നു. ആൻഡ് കോസസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോയിൽ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിനെ 1971 ടിയോ ഡൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയ ആ ഇൻഫെക്ഷ്യസ് ഏജന്റ്, ഇറ്റ് വാസ് എ ഫ്രീ RNA. ഒരു RNA മാത്രമാണ് ഈ രോഗമുണ്ടാക്കിയത്. ഇറ്റ് വാസ് എ ഫ്രീ RNA. ഇറ്റ് ലാക്സ് ദ പ്രോട്ടീൻ കോഡ് പ്രസന്റ് ഇൻ വൈറസ്. വൈറസിന്റെ സ്ട്രക്ചർ നമ്മളൊരു ന്യൂക്ലിക് ആസിഡ്, ഒരു RNA അല്ലെങ്കിൽ DNA, ചുറ്റിനും പ്രോട്ടീൻ കോട്ട്. ഇതായിരുന്നു ഒരു വൈറസിന്റെ സ്ട്രക്ചർ അല്ലേ? ഇതിന് വന്നപ്പോൾ ആ പ്രോട്ടീൻ കോട്ടില്ല, നടുക്കുള്ളത് മാത്രമേ ഉള്ളൂ RNA. ഒരു RNA മാത്രം, വേറെ ഒന്നുമില്ല. ആ ഒരു RNA ആണ് ഈ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. ആര്? ടിയോ ഡൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അപ്പൊ അതിന് പ്രോട്ടീൻ കോട്ടില്ല. വൈറസിലുള്ളത് പോലുള്ള ആ പ്രോട്ടീൻ കോട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വൈറോയിഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ RNAക്കും പ്രത്യേകതയുണ്ട്. വൈറസിന്റെ RNAയേക്കാൾ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞതാണ് ഈ വൈറോയിഡിൽ ഉള്ളത്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പ്രിയോൺസ് എന്ന് പറയും. In modern medicine, an infectious neurological diseases can be transmitted by a new agent. That agent was an abnormally folded protein.
അപ്പോൾ മോഡേൺ മെഡിസിനിൽ ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു പുതിയ ഏജന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ആ ഏജന്റ് ഇറ്റ് വാസ് എൻ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. അപ്പൊ അത് ആ രോഗമുണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ മാത്രമാണ്. അബ്നോർമലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന മടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആ രോഗമുണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായോ? പ്രോട്ടീനെയാണ് നമ്മൾ പ്രിയോൺ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് വൈറസസ്. വൈറസസിന്റെ അത്രയും തന്നെ സൈസാണ്. ദർ സൈസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് വൈറസ്. അത് ചില രോഗങ്ങൾ, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ചില ഡിസീസസ് ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? അതിനാണ് പ്രിയോൺസ് എന്ന് പറയുന്നത്. The most notable diseases caused by prions is bovine spongiform encephalopathy, BSE, അല്ലെങ്കിൽ commonly known as mad cow diseases in cattle. കന്നുകാലികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുണ്ടാക്കുന്ന അതിന്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്രിയോൺസ്. ഇനി മനുഷ്യരിലും അതൊരു രോഗമുണ്ടാക്കുന്നുണ്ട്. അതിന് CR ജാക്കബ് ഡിസീസ് അല്ലെങ്കിൽ CJD എന്നാണ് ഇതിന് പറയുന്നത്. CR ജാക്കബ് ഡിസീസ്. ഇത് ഹ്യൂമൻ ബീയിങ്സിൽ വരുന്ന ഡിസീസാണ്. അപ്പൊ ആരാണ് ഉണ്ടാക്കുന്നത്? പ്രിയോൺസ് ആണ്. അബ്നോർമലി ഫോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് പ്രിയോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വൈറസ്, വൈറോയിഡ്, പ്രിയോൺ. വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ഉണ്ട്. അപ്പൊ നടുക്കിത്തിരി ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിനെ ചുറ്റി ഒരു പ്രോട്ടീനും ഉണ്ട്. അതാണ് വൈറസ് എന്ന് പറയുന്നത്. ഇനി വൈറോയിഡ് എന്ന് പറയുന്നതോ? വൈറോയിഡ് എന്ന് പറയുന്നതിനകത്ത് ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ഒരു ഫ്രീ ആയിട്ടുള്ള RNA. ഇതിനകത്ത് ന്യൂക്ലിക് ആസിഡ് ഐദർ RNA ഓർ DNA രണ്ടിൽ ഏതെങ്കിലും ആകാം. ഇതിനകത്ത് ഇത് RNA മാത്രമാണ് ന്യൂക്ലിക് ആസിഡ് ആയിട്ട് വരുന്നത്. ഇനി പ്രിയോൺ ആണെങ്കിലോ? പ്രിയോണില് വരുമ്പോ അതില് ഒരു പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അത്രയും സൈസ് ഉണ്ട്. മനസ്സിലായ? ഇത് സ്മോളർ സൈസ് ആണ്. പ്രിയോൺ എന്ന് പറയുമ്പോൾ വൈറസിന്റെ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതൊരു പ്രോട്ടീൻ, ഒരു അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ് പ്രിയോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈക്കൻസ്. ഇറ്റ് ഈസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗി. ആൽഗയും ഫംഗിയും ചേർന്നുള്ള ഒരു അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് ടു ഡിഫറെന്റ് ഓർഗാനിസംസ് ഡിറൈവിംഗ് മ്യൂച്വൽ ബെനിഫിറ്റ്. രണ്ടു കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് പറയുന്നത്. ഇവിടെ സിംബയോട്ടിക് അസോസിയേഷൻ ആൽഗയും ഫംഗസും കൂടി ചേർന്നിട്ട് ഒരൊറ്റ ഓർഗാനിസമായി ഇരിക്കുന്നു. അവിടെ ഫംഗസ് വേറെയല്ല, ആൽഗെ വേറെയല്ല. അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല. ആ ആൽഗയും ഫംഗസും എപ്പോഴും അവർ ചേർന്നാണ് ഇരിക്കുന്നത്. അത് ഒരൊറ്റ ഓർഗാനിസമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആൽഗയും ഒരു ഫംഗസും ചേർന്നതാണ് ഒരു ലൈക്കൻ എന്ന് പറയുന്നത്. ഇതില് അപ്പോൾ രണ്ട് പേര് ചേർന്നിട്ടുണ്ട്. ഇതില് ആൽഗൽ കോമ്പോണന്റ് ആൻഡ് ഫംഗൽ കോമ്പോണന്റ്. ആൽഗയും ഉണ്ട്, ഫംഗസും ഉണ്ട്. ഈ ആൽഗയെ ഫൈക്കോബയോണ്ട്, ആൽഗകളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ഫൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫൈക്കോബയോണ്ട് എന്ന് പേര് വന്നിരിക്കുന്നത്. അതുപോലെ ഫംഗൽ കോമ്പോണന്റിനെ, ഫംഗസിനെ മൈക്കോബയോണ്ട്. ഫംഗസുകളെ കുറിച്ച് പഠിക്കുന്നതിനാണ് മൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മൈക്കോബയോണ്ട്. മനസ്സിലായ? ആൽഗൽ കോമ്പോണന്റിന്റെ പേരെന്താണ്? ഫൈക്കോബയോണ്ട്. അതുപോലെ ഫംഗൽ കോമ്പോണന്റ് ഏതാണ്? മൈക്കോബയോണ്ട്. ഇനി ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ആൽഗെ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്, ഓട്ടോട്രോഫിക് ആണ്. അതുകൊണ്ട് അത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ആഹാരം ഫംഗസിന് കിട്ടുന്നു. അപ്പോൾ ആൽഗെ ഫംഗസിന് ഫുഡ് കൊടുക്കുന്നു. ഇനി ഫംഗസ് എന്താ ചെയ്യുന്നത്? ഫംഗസ്
ആൽഗയ്ക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ്, വാട്ടറും മിനറൽസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ആയില്ലേ? അങ്ങനെ രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന അസോസിയേഷനാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ലൈക്കൻസ് ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനീകരണം അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും മലിനമായിട്ടുണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അവിടെ ആ പ്രദേശത്ത് ലൈക്കൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ലൈക്കൻസ് ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ലൈക്കൻ വളരില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഏരിയയിൽ ലൈക്കൻ ഇല്ലെങ്കിൽ അതിനർത്ഥം ആ ഏരിയ പൊല്യൂട്ടഡ് ആണ് എന്നാണ് അതിനർത്ഥം. അപ്പം അതുകൊണ്ട് ലൈക്കൻസ് ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഡിറ്റക്ടേഴ്സ് ഓർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. ഇത്രയുമാണ് നമുക്ക് ലൈക്കൻസിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.